വാഴ സിനിമ കണ്ട ഈ റീലിൽ കാണുന്നത് പോലെ ഒന്നല്ല, ഇവരൊക്കെ വേറെ ലെവലാണ് സിനിമയിൽ. താങ്കൾ അഡ്വക്കേറ്റ് ആണല്ലോ. അത് ഞാൻ റിസൈൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആവുന്നു. ഞങ്ങളുടെ 8-10 വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് പ്ലാൻഡ് പരിപാടി തന്നെയായിരുന്നു. അന്നും ലോൻ്റെ പ്ലാൻ ബി ആയിരുന്നു. മോളൊക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കരുതി പിന്നെ ഒരെണ്ണം നമ്മൾ പുറകിൽ നിന്ന് പയ്യൊന്ന് കളിച്ചു നോക്കാം. അങ്ങനെ കളിച്ചാണ്. പക്ഷെ അത് നമുക്ക് ഇവർ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നിട്ടല്ല. അത് ഡാൻസ് വൈറലാകുമ്പോൾ അതൊന്ന് 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ പഠിച്ച് അങ്ങിടും. അത് വയസ്സിന് വേണ്ടിയൊന്നുമല്ല, അത് നമ്മുടെ ഒരു സന്തോഷം. ചെറുതിലെ തൊട്ട് അതേ ഭയങ്കര വലിയ കണക്ഷനാണ്. അതായത് എന്നെ എനിക്ക് എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ ഉമ്മാറും ആള് ആളുടെ കണക്ഷൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞിതാക്കണമെന്ന് അറിയില്ല. അത് അങ്ങനെയാണ്. മീഡിയ വൺ ഷോളിനൊപ്പം വാഴ 2 സ്വാഗതം. വാഴ 1 വന്ന് അവസാന കാർഡ് വരുമ്പോഴാണ് ഹാഷിറൈൻ ടീമിന്റെ വാഴ 2 ഉണ്ടാവുന്നൊരു അനൗൺസ്മെന്റ് വരുന്നത്. അത് കേട്ടപ്പോൾ നമുക്കുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ആദ്യം തോന്നിയത് ഏത് പോയിന്റിലാണ്? ഹാഷിറൈൻ അത് നമ്മൾ തിരിച്ചു പോയി. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ്? ഭയങ്കര രസമല്ലേ? നിങ്ങളെ എപ്പോഴും റീൽസിൽ കണ്ടിട്ട് പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ അത്ഭുതം. നിങ്ങളെ വെച്ചൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ വെച്ചൊരു സിനിമ, ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ നിങ്ങൾ വരും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയത് എപ്പോഴായിരുന്നു? അറിയിപ്പ് കിട്ടിയെന്ന് വെച്ചാൽ 1 കഴിഞ്ഞ് ഒരു ലാസ്റ്റൊക്കെ ആയി. ഇപ്പോഴാണ് ഈ ടീമൊന്ന് പ്ലാൻ ചെയ്തു. അവർ വാഴ ടീം പ്ലാൻ ചെയ്തു നമ്മളെ വെച്ച് അടുത്ത പടം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിതിൽ ഇന്നായത്. അതായത് ഒരു പോയിന്റിൽ വിപിൻ ചേട്ടന് തോന്നുവാണ് ഇവരെ വെച്ചൊരു സിനിമ ചെയ്താൽ വർക്കാവും. അതായിരുന്നു അതിൻ്റെ ഒരു പരിപാടി. അത് ഇപ്പോൾ നമ്മളീ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസും പിന്നെ അതിനുശേഷം വാഴയിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പം ചെയ്തു വെച്ചത് ആൾക്കാർക്ക് അത്രയും ഓക്കെ ആയി. ആൾക്കാർക്കിടയിൽ അത്രയും ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഇവർ വെച്ചൊരു പടം എടുക്കാനും ഒന്ന് ചിന്ത വന്ന് കാണും. അതുകൊണ്ടായിരിക്കും. ചേട്ടാ പുതിയ കുട്ടികളുടെ ഒപ്പമാണല്ലോ, 2K കിഡ്സ് ആണ് ഇവര്. ഇവരുടെ ഒപ്പമാണ്. മകളുടെ ഒപ്പമുള്ള ഒരു പരിചയമുണ്ട്. നമ്മുടെ ഏരിയയിൽ നിൽക്കുന്ന അല്ലാന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഇവരെ പറ്റി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളും കുറേ കണ്ടന്റൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കയറി കാണുന്നതാണ് ഇവരൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പഴയ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ഒന്നിനും ഒരു അപ്ഡേഷൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പിടി കിട്ടൂല. പക്ഷേ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ സിനിമകളൊക്കെ കാണുന്നതിൻ്റെ പേരിൽ നമ്മൾ സിനിമ മാറി എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയാം. പിന്നെ ഇവർ വന്നപ്പം പിന്നെ വാഴ ഫസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളും ഭയങ്കര വണ്ടറടിച്ചൊക്കെ കണ്ട സിനിമയാണ്. അതിൻ്റെ സെക്കൻഡ് വരുമ്പോൾ അതിനകത്ത് ഒരിക്കലും ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ പ്രതീക്ഷിച്ചില്ല ഞാൻ. അപ്പോൾ കോള് വരെയും അതിനകത്ത് വിളിക്കുകയും ചെയ്തപ്പോൾ നമ്മളുടെ നേരത്തെ നമ്മൾ സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കോമഡി എവിടെയൊക്കെ തിരികാൻ പറ്റും അവിടെയൊക്കെ തിരികെ കയറ്റുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിനിമയിൽ അതൊന്നും വേണ്ട. അത് നമുക്ക് എനിക്കും അറിയാം, ഇപ്പോഴത്തെ കാണുന്ന ആൾക്കാർക്കും അറിയാം, ഇവിടുത്തെ ഡയറക്ടറിനും അല്ലെങ്കിൽ റൈറ്റർക്കൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും അറിയാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി. നമ്മൾ ഈ സോഷ്യൽ മീഡിയ എപ്പോഴും കാണുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റിയത്. അതൊരു ഗുണം ചെയ്തിട്ടുണ്ട് ഇവരുടെ അഭിനയിക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്കും മനസ്സിലാവില്ല, നമ്മൾ പറയണ പഴയതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ. കാരണം ഇവരെയൊക്കെ റീലുകളൊക്കെ നമ്മളെപ്പോഴും കാണുന്നുണ്ട്. ഇവരുടെ ചോയ്സ് എന്താണെന്ന് അറിയാം, ഇതിനകത്ത് എഴുതി വെച്ചാൽ എന്താണെന്നൊക്കെ അറിയാം. പിന്നെ നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഈ പറഞ്ഞോട്ട് പഴയ സാധനങ്ങളൊന്നും വേണ്ട, എഴുതി വെച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട് ഓൾറെഡി. അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു. മറ്റുള്ള സിനിമകൾ പോലെയല്ല, അതിന് മതിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് ഇതിനകത്ത് കുറേ താരങ്ങളുണ്ട്. അവരായിട്ട് നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ സീനുകൾ ഉണ്ടാവില്ല, കോമ്പിനേഷൻ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല പലരായിട്ടും. അപ്പോൾ സിനിമ കാണുമ്പോഴാണ് നമുക്കും ഈ അത്ഭുതം മനസ്സിലാവാൻ പോണത്. മൊത്തത്തിൽ ആരൊക്കെ ഉണ്ടെന്നും ഇത് എങ്ങനെയാണ് സിനിമ പോകണമെന്നൊക്കെ ശരിക്കും കാണാനിരിക്കുന്ന ജനങ്ങളെ പോലെ നമ്മളും ആകാംക്ഷരാണ്. ദേവരാജ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഈ പടത്തിലില്ല. ഇതിൽ അവസാന സമയത്താണ് ഞാൻ തന്നെ ഇന്നായത്. ഒരു ക്യാരക്ടർ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തതാണ്. അവന് വേറെ വർക്കുകൾ നടക്കുന്നുണ്ട് ഒരേ സമയം. ഞാനതിൻ്റെ അവസാന സ്റ്റേജിലാണ് അതിലേക്ക് ഇന്നാവുന്നത്. അപ്പോൾ വാഴ 1 കാണുന്ന സമയത്തൊന്നും തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല വാഴ 2 നമ്മൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ വിപിൻ ചേട്ടൻ നമ്മുടെ വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വിളിച്ചത്. ഇവർ ആദ്യമേ ഇന്നായിരുന്നല്ലോ പടത്തിൽ. അപ്പോൾ ഇവരുടെ കൂടെ ആയിരിക്കും പരിപാടി എന്ന് എനിക്കറിയാം.
ഞാൻ ഇങ്ങനെ ഓർത്ത് വന്നു കഴിഞ്ഞ് നമുക്ക് ആദ്യ ദിവസം തന്നെ ഇവരുടെ ഒരു മൂഡിലേക്ക് ഇന്നായി. ഭയങ്കര രസമായിരുന്നു ലാസ്റ്റ് ഒരു വർഷമായിട്ടുള്ള ഈ ഒരു ജേർണി. പരിപാടി. ഇവരുടെ റീൽസ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ശൈലിയാണ്, നിങ്ങൾ വേറെ തന്നെ ശൈലിയാണ്. നിങ്ങൾ കുറച്ചും കൂടി സ്ക്രിപ്റ്റഡ് ആണോ കാര്യങ്ങൾ? കുറച്ചുകൂടെ എഴുതുന്ന പരിപാടി ഇല്ല ഇപ്പോഴാണ്. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ ലെങ്തി ഭയങ്കര ആലോചിച്ച് ചെയ്യേണ്ട ചില സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ എഴുതി തുടങ്ങിയത്. തുടക്കത്തിലൊന്നും ഞങ്ങളും എഴുത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കും. ചിലപ്പോൾ ഞങ്ങൾ മറ്റേ 1 ഷോട്ട് വീഡിയോസൊക്കെ ചെയ്താണ് ഞങ്ങൾ കുറച്ച് കയറി വന്നത്. അപ്പോൾ അന്ന് ലെങ്ത്ത് ഭയങ്കര വിഷയമായിരുന്നു. 90 seconds ആണ്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്നുള്ള ഡയലോഗ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 95 seconds ആയിട്ട് ഞങ്ങൾ റീടേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ 3 minute ആക്കി റീൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രിപ്പയർഡ് ആവും. ഇല്ലെങ്കിൽ ക്യാമറ ചെയ്യുന്ന നിർത്തി പോകാൻ പറയും. കാരണം എൻ്റെ ഞങ്ങൾ 3 ഫ്രണ്ട്സാണ് തുടങ്ങിയത്. അപ്പോൾ അവൻ പറയും നിങ്ങൾ കറക്റ്റ് പഠിച്ച് റെഡിയായിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ വരാമെന്ന് പറയും. കാരണം അവനെ സംബന്ധിച്ച് 1 ഷോട്ടൊക്കെ ഭയങ്കര പണിയാണ്. വീട് മൊത്തം ഞങ്ങൾ നടന്നെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർഡായി. തുടക്കത്തിലേക്കാളും കുറച്ചുകൂടെ പ്രിപ്പയർഡായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആലോചിച്ചൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഴുതി വയ്ക്കും. പക്ഷെ ഇവിടെ നമ്മൾ വാഴയിലെത്തിയതിന് ശേഷം നമുക്ക് ആ 2 പേര് 2 രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആ ഒരു വിഷയമേ ഇല്ല. എല്ലാവരും അതൊക്കെ നമുക്ക് ഫ്രം ഷോർട്ട് 1 കംഫർട്ടബിൾ ആയിരുന്നു. നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ രീതി എങ്ങനെയായിരുന്നു? റീൽസിന്റെ പ്രത്യേക പ്ലാൻ ഉണ്ടോ, സ്ക്രിപ്റ്റ് ഉണ്ടോ, ഇന്ന ഇന്ന ചെയ്യണം അങ്ങനെ വല്ലതും ഉണ്ടോ? കോണ്ടന്റ് കാണും. കോണ്ടന്റ് അല്ലെങ്കിൽ വലിച്ച് കീറി കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കോണ്ടന്റ്. അപ്പോൾ അത് ഇപ്പൊ ഇൻഡിവിജ്വലി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇപ്പം ഇവനെ ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറ്. അല്ലാണ്ട് സ്ക്രിപ്റ്റ് വൈസും ഡയലോഗ് എഴുതിക്കല്ലൊന്നുമില്ല. ലൈവായിട്ട് വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അതാണ് ഞങ്ങളുടെ ഒരു രീതി. കുറച്ചുകൂടി എക്സ്പ്രഷൻസിനാ പ്രാധാന്യം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കോമഡി വീഡിയോ അനുസരിച്ചിരിക്കും അത്. ചില വീഡിയോസ് ചിലപ്പോൾ അങ്ങനെ ചെയ്യണം, ചിലത് ഡയലോഗിനായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ആദ്യം നമ്മളൊരു ചെറിയൊരു കാര്യം അതെങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കണം, നമ്മൾ ഇടയിൽ ആർക്കൊക്കെ ക്യാരക്ടർ പോകണം, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ഐഡിയ പറഞ്ഞോളൂ. നിനക്ക് ഇങ്ങനെയാണ് വേണ്ടുള്ളത്, നീ ഇങ്ങനെ നോക്ക്, ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ചില മെയിൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഒറ്റ പ്ലേയിലും കിട്ടും. അപ്പം ആ മെയിൻ സാധനം വരുന്നതിൻ്റെ ഇടയിൽ അവരവരുടെ രീതിയിൽ ഫില്ല് ചെയ്യും. പിന്നെ ആ മെയിൻ സാധനം പറഞ്ഞു പോകണം. അങ്ങനെ ഇതൊരു സൈഡ്. പിന്നെ അല്ലാതെ എടുക്കും. പിന്നെ ഷോട്ട് മാറി തിരിഞ്ഞെടുക്കുമ്പോൾ ഡയലോഗ് പറഞ്ഞ് എടുക്കും. ഒറ്റ ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ഇതിലെടുക്കുമ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങിലൂടെ ആയിരിക്കും. അല്ല ഷോർട്ട് വൈസ് ആണെങ്കിൽ നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞു. ഇപ്പോൾ വാഴേൻ്റെ ഫസ്റ്റ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആശ്രം ടീം വെച്ച് അടുത്ത സിനിമ വരുവാണ് എന്ന് പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിലൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ കുറച്ച് നാളെ ശേഷം അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അടുത്ത റീല് വരുവാണ്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ സിനിമയിലോട്ട് പോയില്ലേ, ഇത് ഇപ്പോഴും തുടരുമോ ഇനി, അങ്ങനെയുള്ളൊരു ചോദ്യം. അത് എവിടെയാണ് കണ്ടാണ്. അതായത് സിനിമ ഇല്ലാത്തത് കൊണ്ടാണ് അവർ സിനിമ ചെയ്തിട്ട് ആ വീണ്ടും വീഡിയോ ചെയ്യുന്നു. അതായത് അത് 2 തട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മളെ സൊസൈറ്റിയിൽ സിനിമ ചെയ്യുന്നതാണ് കൂടുതൽ ഒരു ഇത്. അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റീലിലോട്ട് പെട്ടെന്ന് അവരെ വാല്യൂ പോകുന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കുന്ന ഏത് സ്ഥലത്താവട്ടെ അവിടെ ഒരു ബെസ്റ്റ് പ്ലേസിൽ നിൽക്കുക, അത് മാത്രം നോക്കുന്നുള്ളൂ. നമ്മളെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ജനങ്ങളാണ് നമ്മളെ വീഡിയോ കാണുന്നത്. അവരാണ് നമുക്ക് വാല്യൂ. അത് എവിടെ അവർ തന്നാലും നമ്മളവിടെ നിൽക്കും. അതിപ്പോൾ സിനിമയിലോട്ട് നമ്മളിങ്ങനെ കാര്യം ചെയ്തു, അതിവിടെ കിട്ടുന്നെങ്കിൽ ചെയ്യും. അവിടെ നമുക്കൊരു ഓഡിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു. അത് നിർത്തി വരാൻ പറ്റിയ കാര്യം അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളേതായ രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഹാപ്പി അല്ലേ, അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അവരതിനെപ്പറ്റി ചോദിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതങ്ങനെ വിട്ടിട്ട് വരാനും പറ്റുന്നില്ല. ചിലപ്പോൾ നാളെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. മാക്സിമം നമ്മൾ അത് ചെയ്യും, അല്ലാതെ ഒരിക്കലും നിർത്തില്ല. സിനിമ കൊണ്ട് വളരെ തിരക്കായിട്ട് സമയമില്ലാത്തൊരവസ്ഥ വന്നാൽ ചിലപ്പോൾ നിൽക്കും. അങ്ങനെയാണല്ലോ? അല്ല, അങ്ങനെയല്ല. ഇടവേള കിട്ടുമ്പോൾ ആർക്കാണ് സമയം അനുസരിച്ച് ഇപ്പം ഞാൻ ഇവനുണ്ടെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. അതായത് എന്തേലും ഒരു ഇത് വരെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിയില്ലായിരിക്കും. മനസ്സിലായില്ലേ? ഒരുപാട് സന്തോഷം നിങ്ങളുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയത് അല്ലേ? അയ്യോ, അത് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് അത് കഴിഞ്ഞൊക്കെ ദിലീപേട്ടൻ, ജയറാമേട്ടൻ, അങ്ങനെ ജയസൂര്യ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവരൊക്കെ എത്രയോ സിനിമ ചെയ്തിട്ടാണ് ഇത്രയും ആളുകൾ കൂടണമെന്നറിയാമോ?
നമ്മൾ കാണാനായിട്ട് ജയസൂര്യ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ലാലേട്ടൻ എന്നൊക്കെ പറയാം. ആഷിന്റെ ട്രെയിലർ ലോഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല ഇവരൊക്കെ ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരും ജെൻസി പിള്ളേരും അതുപോലെ തന്നെ ആളുകളൊക്കെ കൂടി ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാര്യം റീലിലൂടെ അല്ലേ ഇത്രയും ആളുകളെ ഇത്രയും ഫാനിനൊക്കെ ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടണില്ലേ? ഞാൻ അത്ഭുതത്തോടെ, കാരണം നമുക്കത് സന്തോഷം കൂടിയാണ്. കാരണം ഒരുപാട് ആളുകളുടെ ഷൂട്ടിങ് കാണുന്നതിലും കൂടുതലായിട്ട് ഇവരെ 4 പേരും കാണാൻ വന്ന് കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളപ്പം മാറിയ ഒരു ലോകത്തെ നോക്കണേണ്. കാരണം എത്രയോ കാലം വർഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ട് വേണം ഒരു സ്റ്റാറിനെ തിരിച്ചറിയാനും അയാളുടെ ഫാനാവാനും അദ്ദേഹത്തിൻ്റെ ഫാനാവാനും കാണണമെന്ന് ആഗ്രഹിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷേ ഇവരെന്തൊക്കെ പറഞ്ഞാൽ സിനിമയിൽ ആവണേക്ക് മുമ്പ് തന്നെ അതിൽ മേലേക്കായി ഇവർ. അതൊരു ഭയങ്കര അത്ഭുതമാണ്. അത് ഭയങ്കര അത്ഭുതമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് അത്രയും ഇവര് എല്ലാവരും ഇറങ്ങിച്ചെന്ന് അപ്പൊ അത്രയും വൈബുള്ള സാധനങ്ങൾ ഇവർ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ കൊടുക്കണത് ഇവര്. അപ്പൊ ഒരിക്കലും മോശപ്പെട്ട സാധനം കൊടുത്ത് ഒരിക്കലും വരില്ലല്ലോ. അത് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ജനങ്ങൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനാണ്. ഇത്രയും നാള് നമ്മൾ നിന്ന ഒരു അതൊന്നുമല്ല. ഇത്രയും നാളെ നമ്മൾ നിന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ നമ്മൾ അറിയായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പം എന്തായാലും കേരളത്തില് സിനിമ എന്ന് പറയുന്ന കേരളത്തിലെ ഫുൾ ആൾക്കാരെ, കേരളം മാത്രമല്ല പുറത്ത് എത്രയും മലയാളികൾ എടുത്ത് എത്തുന്നതാണ്. കേരളത്തിൽ മാത്രം പറയാൻ പറ്റില്ലല്ലേ, മലയാളികൾ എടുത്ത് എത്തുന്നതാണ്. അപ്പം നമ്മളെ അറിയാത്ത എത്ര ആൾക്കാരുണ്ട്, അതായത് നമ്മളെ അറിയാത്ത, അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ അറിയായിരിക്കും. മനസ്സിലായി, ഒരുപാട് പേരുണ്ട്. എത്ര വീട്ടുകാർക്ക്, ചില അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, ചില കൊച്ചുമക്കൾക്ക്, അല്ലാതെ യുവാക്കളുടെയിലും അങ്ങനെ ഉണ്ട്. അപ്പം അവരെല്ലാവരും അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു കാര്യത്തിലേക്ക് നിൽക്കുന്നത്. അതായത് ഒരു പ്രൊമോഷനായാലും ഈ പടം എങ്ങനെയായാലും എല്ലാവരിലേക്ക് എത്തണം. അപ്പം എന്തായാലും നിങ്ങൾ തുടക്ക സമയത്ത് നിങ്ങൾ എല്ലാവരാണെങ്കിലും നിങ്ങൾ തുടക്ക സമയത്ത് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ചമ്മലും ആ പരിപാടിയൊക്കെ പതിയെ മാറുന്നു, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കണേന്ന് അറിയുന്നുണ്ടോ? ഇങ്ങനത്തെ ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവരോടും ഇരിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന ചിലപ്പോ ഇല്ല, ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സംസാരമായിരുന്നു നമ്മളെ. അതങ്ങനെ ചമ്മലും കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മള് ആദ്യത്തെ ഇന്റർവ്യൂ ചമ്മലൊന്നും ഇല്ലായിരുന്നു. ഒരാൾ പറഞ്ഞാൽ എന്റെ ഇടയിൽ കയറി പറയും, അതിനു മുമ്പേ തീർക്കും. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ചോദ്യം വിട്ടു, പിന്നെ അതൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഒരു ചോദ്യം ഫുള്ള് ക്ലിയർ ആയിട്ട് കേട്ട് ആരും ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ മാറിയെങ്കിലേ ഉള്ളൂ. എല്ലാം കറക്റ്റ്. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ അങ്ങനെയായിരുന്നു, കണ്ടായിരുന്നു. അതല്ല, നമ്മള് മുന്നേയുള്ള മീൻസ് നമ്മള് ആദ്യം കൊടുത്തല്ലോ ആയിരിക്കും പറയണം. ഐ മീൻ ഫസ്റ്റ് നമ്മള് കൊടുത്ത ഇന്റർവ്യൂ ഇല്ലേ, അതിന്റെ കാര്യം. സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂ ഇല്ലേ, അതിൽ നിന്ന് എങ്ങനെ മാറ്റം വന്നാ ചോദിച്ചത്. അതാണ് അതല്ലേ, അതിൽ മാറ്റമില്ല. അതേണക്കല്ലേ? അല്ലല്ല, നിങ്ങൾ നന്നായി മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ കറക്റ്റ്. അത് ഞാൻ കുറച്ച് ഉത്തരം തന്നില്ലേ? പക്ഷെ നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടി മലർന്ന് ഇങ്ങനെയുള്ള ഒരു വർത്താന രീതി ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കമ്പോസ്റ്റ് ആയി, ചോദ്യം കൃത്യമായി കേൾക്കാനും ഉത്തരം പറയാനൊക്കെ പഠിച്ച പോലെ. അത് അങ്ങനെ, അത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ആയോണ്ടാ. ഇപ്പൊ നമ്മളേതായ രീതിയിൽ മാറുമ്പോൾ നമ്മളെ വീഡിയോ വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യേണ്ട ഒരു സ്പേസിലും കാര്യങ്ങളിലേ അത് നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളല്ല. നമ്മൾ പുറത്തു പോയാലും അങ്ങനെ വലിയ പ്രശ്നക്കാരല്ല. അത്ര നമ്മളെ ഇടയിലേ ഉള്ളൂ നമ്മളായിട്ട് കാണിക്കുന്നത്. അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യം മാത്രം നമ്മൾ വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കുന്നുള്ളൂ. അല്ലാതെ കാണിക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. പിന്നെ അത് കൂട്ടുകാർക്കിടയിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട് കാണുമല്ലോ കൂട്ടുകാർക്കിടയിൽ. കൂട്ടുകാർക്കിടയിൽ പല കാര്യം സംസാരിക്കും. ഒതുങ്ങിക്കളഞ്ഞ താങ്കള് അഡ്വക്കേറ്റ് ആണല്ലോ. അത് ഓർമ്മയില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ അറിഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതല്ല ഞാൻ ഇപ്പുറം വന്നിരുന്നത്. ഇനി അടുത്ത ഇന്റർവ്യൂ ഞാനും വരും. ഒരു കസേര മാറി കിടക്കും. ആ ഒരു പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഹോപ്പ് എന്താ, മുന്നിലുള്ള ഒരു പ്രതീക്ഷ? ഞാൻ ലോ കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു 4 വർഷം വർക്ക് ചെയ്തു. ഒരു 2 വർഷം ചെന്നൈ, 2 വർഷം കൊച്ചി. അപ്പോൾ ഒരു 4 വർഷം വർക്ക് ചെയ്താണ് ഇതിലേക്ക് വന്നത്. എൻ്റെ പ്ലാൻ 1 വർഷം മാക്സിമം 2 വർഷം വർക്ക് ചെയ്യാം, ഒരു മിനിമം സേവിങ്സ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം, എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാം. അന്ന് യുറേക്ക അങ്ങനെയൊന്നും മനസ്സിലില്ല, കോണ്ടന്റ് ക്രിയേഷൻ റീൽസ് ഒന്നും അന്ന് പ്ലാനില്ല.
എന്തെങ്കിലും വർക്ക് ചെയ്യണം, നമുക്ക് താല്പര്യമുള്ളൊരു ഫീൽഡിലേക്ക് വരണം, അത്രേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ 4 വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഭയങ്കര ലേറ്റായ പോലെ തോന്നി. പിന്നെ ഒരു സർക്കിളുണ്ട്, ഞാൻ ഒരുമിച്ച് നന്ദഗോപൻ വൈശാഖ് എന്ന് പറയുന്ന എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് ഇവരെ പോലെ തന്നെ. അപ്പോൾ അവരൂടെ അവരൊക്കെ പേപ്പറിട്ട് റിസൈൻ ചെയ്ത് ജോലി വിട്ടിറങ്ങിയതാണ്. അതെ അതെ അതെ. അങ്ങനെയാണ് ഞാൻ ജോലി തുടങ്ങിയ. ഞാൻ റിസൈൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. ഞങ്ങളുടെ 8-10 വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഒരു പ്ലാൻഡ് പരിപാടി തന്നെയായിരുന്നു. ആദ്യമേ ഒരു പാർട്ട് ഓഫ് ദി പ്ലാൻ ആയിരുന്നു. അന്നും ലോൻ്റെ പ്ലാൻ ബി ആയിരുന്നു, ഇതായിരുന്നു പ്ലാൻ എ. പക്ഷെ എനിക്ക് ആ തൊഴിൽ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ അതിനേക്കാൾ താല്പര്യമുള്ളൊരു സാധനം ഇവിടെ ഉണ്ട്. ഇത് ഒരുപാട് ലേറ്റ് ആയാൽ ചിലപ്പോൾ ഒന്നും നടന്നു വരില്ല. ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനോടാണോ അഭിനയത്തോടാണോ? അഭിനയമാണ് ബേസിക്കലി പണ്ട് മുതൽ സ്കൂൾ മുതലുള്ള താല്പര്യം. പിന്നെ യുറേക്ക തുടങ്ങിയപ്പോൾ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. എഴുത്തും ഡയറക്ഷനും ഒക്കെ അപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ അതൊക്കെ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിലൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വലിയൊരു സാധനം എഴുതാനും വലിയൊരു സാധനം ഡയറക്റ്റ് ചെയ്യാനും അതൊരുപാട് ദൂരെയാണ്. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട്, അത്രേ ഉള്ളൂ. താല്പര്യം അഭിനയം തന്നെയാണ്. ഇത്രയും വലിയ പ്ലാനിങ്ങോടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അതിലില്ലാതെ മൊബൈൽ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാം, ചെറിയ രീതിയിൽ തുടങ്ങാം? അല്ല, ഞാൻ ഇതിനു മുന്നേ ഞങ്ങളൊരു 4-5 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ്, ഞാൻ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിംസ്, അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ജോലിയിരിക്കുന്ന സമയത്ത് പലരും പല സ്ഥലത്താണ്. ഞാൻ ചെന്നൈയിലാണ്, ബാക്കി കൂടുതൽ ബാംഗ്ലൂരാണ്, ചിലർ നാട്ടിലാണ്. ഒരു വർഷമൊക്കെ എടുത്തൊരു ഷോർട്ട് ഫിലിം നമ്മൾ തീർക്കുന്നത്, ഒരു 20 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം തീർക്കുന്നത് നാട്ടിൽ വരുമ്പോൾ ഷൂട്ട് ചെയ്യും, പിന്നെ അടുത്ത നാട്ടിൽ വരുമ്പോഴാണ് ഡബ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു പ്ലാൻഡ് പരിപാടിയൊന്നും ആയിരുന്നില്ല. അതിൽ നിന്ന് അത് ഒരു വർഷം നമ്മളടുത്ത് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വ്യൂവേഴ്സാണ് നമുക്കൊരു 2 മിനിറ്റ് റീൽ, 1 മിനിറ്റ് റീലിൽ നമുക്ക് കിട്ടുന്നത്. അതും എല്ലാ ആഴ്ച ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു. ഷോർട്ട് ഫിലിമിൻ്റെ കാലഘട്ടം മാറി. ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, റീലാണ് ഇപ്പോഴത്തെ മൊമെൻറ്റിലെ ഒരു ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ റീൽസിലേക്ക് വന്നത്. പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ തന്നെയാണ് അതിന് കാരണം. ഇവരുടെ പരിപാടിയൊക്കെ കണ്ട് ഇത് നന്നായി പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മളും തുടങ്ങി. വിജയേട്ടാ, റീൽസിൽ വൈറലാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ പോലെ റീൽസ് കൈകാര്യം ചെയ്യുന്ന വളരെ കുറച്ച് താരങ്ങളേ ഉള്ളൂ. അതിലൊരാളാണ് വിജയേട്ടൻ. എപ്പോഴും ഓരോ ഡാൻസ് കാണാറുണ്ട് കുട്ടിയുമായിട്ടാണ്. അപ്പോൾ അതിന് കിട്ടുന്ന കമൻസ് കാണുമ്പോൾ ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അത് തുടങ്ങാനുള്ളൊരു ഇത് ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ വിജയുടെ ഡാൻസ് കളിക്കുമ്പോൾ അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇത്ര ഭംഗിയായി ചെയ്യുന്നുള്ളത്. അത് എങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് തോന്നിയത്? അല്ല, അത് നേരത്തെ നമ്മൾ ഡാൻസ് കളിക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഡാൻസ് ക്ലാസ്സിലും അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഡാൻസിനോട് ഒരു താല്പര്യം നമുക്കൊരു ഒരു ബീറ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇങ്ങനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ആഗ്രഹം കൊണ്ടാണ്. പിന്നെ മോളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ, അവരൊക്കെ എന്തായാലും ഡാൻസ് കളി. പിന്നെ അവൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൾ സിംഗിളായിട്ട് കളിക്കുന്നത് ഞാൻ എപ്പോഴും അവൾ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഫൈനലി ഞാനൊന്ന് പിടിച്ചിടും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ഇങ്ങനെ നേരത്തെ ഞാൻ നമുക്ക് ഈ പ്രതലങ്ങൾ കുറവാണല്ലോ അവതരിപ്പിക്കാനുള്ള ഡാൻസ് മിമിക്രിക്കൊക്കെ. കാരണം നമ്മുടെ ഒരു ഇതാണ് നമ്മളുടെ ഒരു കല എന്ന് അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ട്രൂപ്പുകളിലൊക്കെ പോകാറുണ്ട്. ഇതിനൊരു ട്രൂപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാനം കിട്ടാതിരിക്കുമ്പോഴാണ്. അല്ല, വേദി എന്ന് പറഞ്ഞാൽ അറിയുന്നവരിക്കല്ലേ വേദിയുള്ളൂ, നന്നായിട്ട് കളിക്കുന്നവരിക്കല്ലേ വേദിയുള്ളൂ. ആ ഡാൻസ് നമുക്ക് അപ്പോൾ വേദി കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഗാനമേളയൊക്കെ നടക്കുമ്പോൾ ആ ഉത്സവ പറമ്പിലും പള്ളിപ്പറമ്പിലും പോയി ഡാൻസ് കളിക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. ആ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഗാനങ്ങളൊക്കെ പോയി ഇങ്ങനെ ഡാൻസ് കളിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആർക്കും ഡിസ്റ്റർബ് ഇല്ലാതെ. എല്ലാ പാട്ടിനൊന്നുമല്ല, വല്ല ഹിന്ദി പാട്ടും തമിഴ് പാട്ടൊക്കെ പാടുമ്പോൾ അങ്ങനെ എന്തൊക്കെ കളിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഗാനങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോഴത്തെ കൂട്ടം അങ്ങനെ അന്ന് ഞങ്ങളുള്ള കാലത്ത് അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഇപ്പോഴത്തെ പോലെ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളും അങ്ങോട്ടും ഇല്ല, അവരിങ്ങോട്ടും ഇല്ല. പ്രോത്സാഹനം തന്നെ ആ കളി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു പൂത്ത് കഴിയുമ്പോഴൊന്നുമല്ല കേട്ടോ, ചുമ്മാ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ കളിച്ച് മോളൊക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കരുതി എന്നാൽ പിന്നെ ഒരെണ്ണം നമ്മൾ പുറകിൽ നിന്ന് പയ്യൊന്ന് കളിച്ചു നോക്കാം. അങ്ങനെ കളിച്ചാണ്. പക്ഷെ അത് നമുക്ക് ഇവർ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നിട്ടല്ല. അത് ഡാൻസ് വൈറലാകുമ്പോൾ ഒന്ന് 2-3 ദിവസം കൊണ്ടൊക്കെ ഞാൻ പഠിച്ച് അങ്ങിടും. അത് പൈസക്ക് വേണ്ടിയൊന്നുമല്ല, അത് നമ്മുടെ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു പോകണത്. പിന്നെ നമുക്കറിയാത് കുറേ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയുമെന്ന് അറിയാം. പക്ഷെ നല്ലതായി നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് അത് നിങ്ങൾ നിർത്തി. ഇപ്പം മോൾ പഠിക്കാനൊക്കെ പോയിക്കാണ്
പല അത് പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരുപാട് നടന്മാരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു നടികളൊക്കെ എന്താണ് ഇറക്കാത്ത സംഭവം എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ പേരെ ചീത്ത പറയാനാണെന്ന്. അപ്പൊ അങ്ങനെ ഇല്ല നന്നായിട്ടല്ലേ ചെയ്യുന്നത്. അതെ നല്ല മെയ് വഴക്കമുണ്ട് ചേട്ടൻ. കുട്ടിയാണെങ്കിലും നല്ല രസമായിട്ട്. ഇപ്പോഴും കറക്റ്റ്. അല്ല എന്തായാലും ഈ എന്താണ് അമൃതം അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയില്ല ആ ഒരു പ്രൊഫഷനിൽ കൂടി കാണാൻ നമ്മൾക്ക് ഇഷ്ടമാണ് ശരിക്കും. ആശ്രയ സിനിമയിൽ കയറുന്ന ഉമ്മ അടുത്ത് പറയുമ്പോൾ ഒരു ഉമ്മയുടെ എക്സ്പ്രഷൻ ആശ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് വാനില ചെടി എന്ന് പറഞ്ഞ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ആശിറിനെ ശരിക്കും പറഞ്ഞ പാട്ടിൽ പ്ലേസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നേ. അതായത് ഉമ്മുമായിൽ അത്രയും ഡിപ്പെൻഡായി നിൽക്കുന്ന ഒരു വാനില ചെടിക്ക് സമ്മാനമാണ് ആശ്രിത. എനിക്ക് ആ പാട്ടയുടെ പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ ഈ ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ അതിങ്ങനെ മനസ്സിലേക്ക് വന്നു. ശരിയാണോ ആ ചിന്ത? ശരിയായ ചിന്തയാണ്. ആ ചിന്തിച്ചാണ് അല്ല അത് ശരിയാണോ? പറയാത്തൊരു പെർസ്പെക്റ്റീവ് ആണ് അത്. അമ്മ എന്നെ ചെറുതിലേ തൊട്ട് അതന്നെ അങ്ങനെയാണ്, ഭയങ്കര വലിയ കണക്ഷനാണ്. അതായത് എന്നെ എനിക്ക് എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ. ആളുടെ കണക്ഷൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞിതാക്കണമെന്ന് അറിയില്ല, അത് അങ്ങനെയാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും അങ്ങനെ ഒരു സാധാരണ നമ്മൾ റീല് കാണുന്ന പോലെയല്ല ഈ വാഴ സിനിമ കണ്ട ഈ റീലിൽ കാണുന്നത് പോലെ ഒന്നല്ല. ഇവരൊക്കെ വേറെ ലെവലാണ് സിനിമയിൽ. അതിപ്പോൾ സെൻറ്റിമെൻറ്റ്സ് ആയാലും ഈ പറഞ്ഞ പോലെ ഫൈറ്റിനായാലും എല്ലാം റീലായിട്ടൊരു ബന്ധമില്ല ഈ സിനിമ. എന്ന് റീലിൽ കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ഇവരുടെ ഒരു പൊട്ടം കളി കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതിനകത്ത്. സിനിമയുടെ ഒരു റൂട്ട് ഉണ്ടല്ലോ. അല്ല ഇപ്പൊ പറഞ്ഞ പോലെ മനസ്സിലാക്കിയില്ല, സോങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അതേപോലെ അങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തു വെച്ചാൽ മൊത്തം. അപ്പൊ ഇവിടെ തമാശ പറഞ്ഞ് ഇങ്ങനെ ഷൈ ആയിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. സത്യത്തില് റീലിൽ നിങ്ങൾ ഒരേ ടോണിൽ നിൽക്കുമ്പോൾ സിനിമയിൽ വരുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് ആക്ഷൻ ഉണ്ടാവും, മ്യൂസിക് ഉണ്ട്, എല്ലാ പരിപാടികളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റിയ സിനിമയിൽ? കൂടുതൽ ഒന്നാമത് നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ഡയറക്ടറായാലും നമ്മൾ ടീമായാലും ഡയറക്ഷൻ ടീം ഭയങ്കര കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റീലിൽ ചെയ്യാത്തത് തന്നെയാണ്. റീലിൽ നമ്മൾ ചെറിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നു, അധികം സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 90% ചെയ്യുന്നത്. ഇതൊരു വലിയ ഒരു ക്യാൻവാസാണ്. അത് ഇവരുടെ ഒരു ചെറുപ്പകാലം മുതൽ നമ്മൾ ജനിക്കുന്നത് മുതൽ അവരുടെ ആ ഒരു വളർച്ച മുഴുവൻ എത്ര വർഷത്തെ കഥയാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ ഈ പിള്ളേർ വലുതാവുന്നവരുടെ പാരൻസിൻ്റെ ഒരു ജേണിയും കൂടെ അതിൽ പറയുന്നുണ്ട്. ആ ഒരു ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറയുന്ന ഒരു ബ്രദർഹുഡ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ അച്ഛൻ മകൻ അങ്ങനത്തെ ഒരുപാട് കണക്ഷൻസ് പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഒരുപാട് ഇമോഷൻസ് അതിലുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്ത് എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. ഞങ്ങളങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല പല സാധനങ്ങളും. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ലായിരുന്നു. കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആശ്വർ എങ്ങനെയുണ്ടായിരുന്നു ഇമോഷൻസ് ഒക്കെ ചെയ്തപ്പോൾ? ആശ്വർ എങ്ങനെയാണ് ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞങ്ങളും ആകാംക്ഷയോടെ തന്നെ നോക്കുന്നത്. അങ്ങനെ ഒരു സീരിയസ് ഇമോഷൻ എങ്ങനെയാണ് ആശ്വറിനെ കാണുന്നത്? ഞാൻ എന്തായാലും എന്നിലൂടെ ഞാൻ പറയുന്നില്ല, പടം കണ്ടിട്ട് ആൾക്കാരെന്നെ പറയട്ടെ. അല്ല എനിക്കൊരു എങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് കറക്റ്റ് അറിയില്ല. എന്താണ് ഞാൻ ചെയ്തത് അവർ പറയട്ടെ എന്താണ് അല്ലേ. അതെ അതെ. ആദ്യ ഭാഗം വന്നതിന് ശേഷം ആശ്വറിന്റെ അഭിനയത്തിന് ആദ്യം ട്രോളുകളും പിന്നീട് അനുമോദനങ്ങളും വന്നു. ആദ്യം കണ്ടപ്പോൾ രണ്ടും നടന്നിട്ടുണ്ട്. ആദ്യം അനുമോദനവും ട്രോളും തിരിച്ചും വന്നു. നോർമലാണ്. കാര്യം എന്ന് വെച്ചാൽ എന്തെന്നറിയോ, അത് ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്ന രീതി അത് അറിയാവുന്നവർക്ക് അത് ഓക്കെ. അല്ലാതെ ഒരാൾ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് കണക്റ്റ് ആവില്ല. അത് അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആയിട്ടുള്ള ഓഡിയൻസിനിടയിലായിരുന്നു ആ ഒരു സാധനം. അത് അത്രയും ഹ്യൂജ് ആൾക്കാരുടെ ഇടയിൽ പോയി. അത് അപ്പോൾ അവർ ചോദിക്കും അതെങ്ങനെ ശരിയാവും അങ്ങനെയുള്ള പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അതവിടെ നടന്നോളൂ. നമ്മൾ പരിപാടി. ചേട്ടാ 2 സിനിമകളാണ് വരാനിരിക്കുന്നത്. ആട് വരുന്നുണ്ട്, ബാറ്ററി സൈമൺ, അത് ഒരു സിനിമ കൂടി കുട്ടികളുടെ ഒപ്പം. അപ്പം ഈ 2 റിലീസുകളിലും വെക്കുന്ന ഒരു പ്രതീക്ഷ ഒന്ന് പങ്കുവയ്ക്കാമോ? 2 സിനിമയും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. എന്തായാലും 2 സിനിമയും ജനങ്ങൾ കാത്തിരിക്കുന്ന സിനിമയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞുണ്ടാക്കേണ്ട ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ 3 ആയത്, ആട് 3 ആയി, ഇതിപ്പോൾ 2 ആയി. എനിക്ക് ഒരിക്കലും ഈ വാഴ 2-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് അവിടെ
അറിയാവുന്നിടത്തോളം നമ്മൾ ചെന്നിട്ടൊക്കെ അറിയാവുന്നിടത്തോളം ഈ ഒരു സിനിമ പെട്ടെന്ന് ഉണ്ടാക്കിയ സിനിമയല്ല. ഒരു സിനിമ വിജയിച്ച് എന്നാൽ കുറച്ച് പൈസ കൂടി കിട്ടും, ഒരെണ്ണം കൂടി ഇറക്കിയേക്കാം, അങ്ങനെ ഇറക്കുന്ന ഒരു സിനിമയല്ല എന്നുള്ള കാര്യം 100% എനിക്ക് മനസ്സിലായി. അതായത് ഇത് തീരുമാനിച്ച് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങി, അത് മനോഹരമായി എഴുതി ചിട്ടപ്പെടുത്തി ഒരു ഡയറക്ടർക്ക് കൈമാറി ഇയാൾ ചെയ്താൽ നന്നാവും എന്നുള്ളത് സവിനെ ഏൽപ്പിച്ച് അത് മനോഹരമായിട്ട് ചെയ്താക്കുന്ന ഒരു സിനിമയാണ്. അത് തന്നെയല്ല, വാഴ ഫസ്റ്റ് ഷൂട്ടിങ് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന അത്തരം ദിവസങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് നേരത്തെ തന്നെ ഒരു 120 ദിവസം വരെ ഷൂട്ട് ഉണ്ടാവും എന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മളൊരു 10 ദിവസത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 15 ദിവസമായി പോകും. അത് അബദ്ധവശാല ചിലപ്പോൾ മഴ പെയ്യാം. ഇതല്ല, അങ്ങനെ നീണ്ടുപോയങ്ങനെയല്ല. ഇത് വാഴ ഫസ്റ്റ് ഇത്ര ഉള്ളെങ്കിൽ ഇത് ഇത്ര രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ഇത്രയും ദിവസം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ വ്യാപ്തം മനസ്സിലായിട്ടുണ്ടല്ല. അപ്പം എന്തായാലും വാഴ ഫസ്റ്റിനാലും കുറച്ചും കൂടി വലിയ സിനിമയായിരിക്കും. സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ ഇവിടെ കേരളത്തിലും പുറത്തും ഒക്കെ ഉണ്ട്. മിക്കവാറും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. UK പോലത്തെ സ്ഥലങ്ങൾ അതൊക്കെ ഇനി സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ, അങ്ങനെ പറയുമ്പോഴല്ല, ഓരോ പോക്കിനും ഓരോ വഴികളുണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമായ, ഈ വാഴ 2-ന് ആവശ്യമായ കാര്യങ്ങളാണത്. ആദ്യ ഭാഗത്തിലേക്ക് അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഏജ് വ്യത്യാസം സംഭവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ക്യാരക്ടറിന് അതുപോലെ നിങ്ങളിൽ കഴിഞ്ഞ പ്രായത്തിലേക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് ഇതിലുണ്ടോ എന്ന് പടത്തിൽ അറിയാൻ വേണ്ടിയാണ്. അല്ല, ഉണ്ടോ ഞാൻ ചോദിക്കായിരുന്നു. പടത്തിലൂടെ അറിഞ്ഞാൽ മതി എന്നാണോ? പല ഏജ് കാറ്റഗറി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, പറയില്ല. ഭയങ്കര ഭീഷണിപ്പെടുത്തില്ല. അത് പടത്തിന്റെ രസങ്ങളായിരിക്കും. അത് ആ ഒരു രീതിയിൽ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മളും കണ്ടില്ല, ഇല്ലില്ല, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കും കാണും ഫസ്റ്റ് ഷോ കാണുമ്പോൾ. തിയേറ്ററിൽ തന്നെ കാണാനാണോ പ്ലാൻ? അതെ അതെ അതെ. അല്ല, പിന്നെ അവർക്ക് വേറൊരു കാര്യം കൂടെ, ആൾക്കാരുടെ ഇടയിൽ കള്ളൊരു റിയാക്ഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ എന്തായാലും വാഴ 2 വലിയ വിജയമാവട്ടെ തന്നെയാണ് ആശംസിക്കുന്നത്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു.